സാർ നമസ്കാരം. ഇപ്പോ നമസ്കാരം. വലിയ രീതിയിൽ നരേന്ദ്രമോദിയെ പ്രതിരോധത്തിലാക്കാൻ സകല രാഷ്ട്രീയ പാർട്ടികളും മുള്ളുമുരുക്ക് മൂർഖൻ പാമ്പുകൾ അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കുന്ന നമ്മുടെ ജാതി സെൻസസിന് ശേഷം ഇപ്പോൾ ലാറ്ററൽ എൻട്രി എന്ന് പറഞ്ഞൊരു പദമാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് എന്താണ് ലാറ്ററൽ എൻട്രി എന്നതിനെ കുറിച്ച് ഒരു ധാരണ ഇല്ലായിരിക്കും. കാരണം ഈ ചർച്ച അങ്ങനെ ധാരണ ഇല്ലെങ്കിൽ ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു ചർച്ചയായി പോകും. ഞാൻ എന്തായിരുന്നാലും അത് വിശദീകരിക്കുന്നില്ല. സാറിന് അത് ഗംഭീരമായിട്ട് വിശദീകരിക്കാൻ അറിയും എന്ന് എനിക്കറിയാം. ഇപ്പോ നരേന്ദ്രമോദി ഈ ലാറ്ററൽ എൻട്രി എന്ന് പറയുന്ന ഈ വിഷയത്തിൽ നിന്ന് പിന്നോട്ട് പോയിരിക്കുകയാണ്. അത് പിന്നോട്ട് പോകാനുള്ള കാരണം പ്രതിപക്ഷമാണ് എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ലാറ്ററൽ എൻട്രി എന്ന് പറയുന്ന കാര്യം നമ്മുടെ കേരളത്തിൽ പിണറായി വിജയൻ നടപ്പിലാക്കുന്നില്ലേ? സ്റ്റാലിൻ നടപ്പിലാക്കുന്നില്ലേ? മമതാ ബാനർജി നടപ്പിലാക്കുന്നില്ലേ? എന്തിനു പറയുന്നു, രാഹുൽ ഗാന്ധി കാലാകാലങ്ങളായിട്ട് രാഹുൽ ഗാന്ധിയുടെ പാർട്ടി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നില്ലേ? എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത്, ആദ്യത്തെ ചോദ്യം നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് എന്താണ് ഈ ലാറ്ററൽ എൻട്രി എന്നൊന്ന് വിശദീകരിച്ചിട്ട് ഇതിനുള്ള മറുപടിയിലേക്ക് ഒന്ന് പോവാം. സാർ അതൊന്ന് വിശദീകരിക്കുക. ഈ ലാറ്ററൽ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സിവിൽ സർവീസിൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ IAS-ഉം IPS-ഉം IFS-കാരാണ് കയറി വരിക. ഇവരൊക്കെ ഉം, അവരൊക്കെ ആയിട്ടുള്ള ഡെസിഗ്നേറ്റഡ് പോസ്റ്റിൽ കയറിയിരിക്കും. അവർക്ക് ഉം, എക്സ്പെർട്ടീസ് ഉണ്ടോ? ഒരു കാലം 3 കൊല്ലം വാട്ടർ മിനിസ്ട്രിയിലാണെങ്കിൽ അടുത്ത 3 കൊല്ലം ഇൻഫർമേഷൻ ടെക്നോളജി ഉം, ആയിരിക്കും. കഴിഞ്ഞ അടുത്ത 3 കൊല്ലം ഹോം ഡിപ്പാർട്ട്മെന്റിൽ പോകും, പിന്നെ IT ഉം, ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഇവർക്കൊരു എക്സ്പെർട്ടീസ് എന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ല. എക്സ്പേർട്ട് ആയിട്ടുള്ള ഉം, ആൾക്കാരല്ല ഇവരെല്ലാം പഠിച്ചു ഉം, വരും. ഓരോരോ മൂന്ന് ഉം, കൊല്ലം കഴിയുമ്പോൾ ഇവരുടെ ഡിപ്പാർട്ട്മെന്റ് മാറും, ഇവർ വരും. പക്ഷെ ഉം, ഈ ഗവൺമെന്റ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന എന്താണ്, ഈ ഒരു എക്സ്പേർട്ട് ആൾക്കാർ വേണമെന്ന്. ഓരോ ബിസിനസ് ഒരു എക്സ്പേർട്ട് ഉം, ആയിട്ടുള്ള ആൾക്കാർ വേണം. ഫോർ ഉം, എക്സാമ്പിൾ നമ്മളൊരു ഈ ഇൻഫർമേഷൻ ടെക്നോളജി എടുത്തോളാം, അല്ലെങ്കിൽ പവർ മിനിസ്ട്രി എടുത്തോളാം. ഈ ഉം, ഇലക്ട്രിസിറ്റി എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണേ, അതിന്റെ എങ്ങനെ നെഗോഷിയേറ്റ് ചെയ്യേണ്ടത്, അതിന്റെ റേറ്റുകൾ എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്, അതിന്റെ ജനറേഷൻ എന്താണ്, അതിന്റെ ടെക്നിക്കൽ ആസ്പെക്ട്സ് എന്താണ്, അതിന്റെ ട്രാൻസ്മിഷൻ എന്താണ്, അതിന്റെ ലാസ്റ്റ് മൈൽ ഉം, ഡെലിവറി എന്താണ്, ഇതിനെപ്പറ്റി അറിയുന്ന എക്സ്പേർട്സ് ഉണ്ടാവും. അവർ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്ത ആൾക്കാരാണ്. അവരൊരു ഉം. 10-20 കൊല്ലം വർക്ക് ചെയ്ത് കഴിയുമ്പോൾ അവരെ ഗവൺമെന്റ് വിളിച്ച്, നമ്മുടെ അവിടെ പിണറായി വിജയൻ പറയുന്ന അഡ്വൈസർ എന്ന് പറയും. റിട്ടയർ ആയിട്ടുള്ള ആൾക്കാരെ അതെ. കയറ്റിയിരുത്തും അഡ്വൈസറായിട്ട്. നമ്മുടെ ബെഹ്റയെ ഉം, പിടിച്ച് കൊച്ചിൻ മെട്രോന്റെ ചീഫാക്കി. അപ്പൊ നമ്മൾ ചോദിക്കും, ഒരു DGP അതെ. പോലീസ് നടത്തിയിരുന്ന ആൾക്ക് മെട്രോ ആയിട്ട് എന്ത് ഉം, കണക്ഷൻ? ഒരു കണക്ഷനും ഇല്ല കേട്ടോ. അത് വെറുതെ കയറ്റിയിരുത്തുക. അതെ. ബിക്കോസ് പോസ്റ്റ് മെട്രോയിൽ റിട്ടയർമെന്റിൽ കയറി സഞ്ചരിക്കും, അതാണ് കണക്ഷൻ. അതന്നെ. പിന്നെ കുറെ ചീഫ് സെക്രട്ടറി ലെവലിൽ റിട്ടയർ ആയ ആൾക്കാരൊക്കെ പിടിച്ച് അഡ്വൈസറാക്കി കയറ്റിയിരുത്തിയിട്ടുണ്ട്. ഉം, ഇതിനു മുമ്പ് പോലീസിന്റെ ഒരു അഡ്വൈസർ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ നമുക്ക് കുറെ പേരെ കാണാം. പക്ഷെ ഇതല്ല ഉം, മോദി ചെയ്യണത്. ഇതിനു മുമ്പ് ഈ പറഞ്ഞ മാതിരി രാഹുൽ ഗാന്ധി കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് ഇത് ചെയ്തിരുന്നു. നമുക്ക് രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേരുകൾ ഞാൻ എടുത്തു പറയാൻ അന്വേഷണം എടുത്തു. ഒന്ന്, ഉം, മൻമോഹൻ സിംഗ്. ഉം, മൻമോഹൻ സിംഗ് ഒരു സിവിൽ സർവീസ് ഒന്നും ക്വാളിഫൈ ചെയ്തിരുന്ന അങ്ങനെ ഒരു ആയിരുന്നില്ല. മൻമോഹൻ സിംഗിന് ഓക്കെ ഒരു സ്പെസിഫിക് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരുന്നു. എന്താ, അങ്ങനെ ഫൈനാൻസിന് ഒരു എക്സ്പേർട്ട് ആയിരുന്നു എന്നുള്ളൊരു ഉം, ധാരണയുണ്ടായിരുന്നു. ഉം, റിസർവ് ഉം, ബാങ്കിന്റെ ഹെഡാക്കി. റിസർവ് ബാങ്ക് നമ്മുടെ നോട്ടിന്റെ ഉം, സൈനിന്റെ മുകളിലൊക്കെ പഴയ നോട്ടുകളിലൊക്കെ മൻമോഹൻ സിംഗിന്റെ സിഗ്നേച്ചർ കാണാം. ഉം, അത് ഉം, കഴിഞ്ഞപ്പോഴാണ് നരസിംഹറാവു അദ്ദേഹത്തെ ഈ ഉം, നമ്മുടെ ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് വന്നു കഴിഞ്ഞപ്പോൾ, ചന്ദ്രശേഖർ ഗവൺമെന്റ് വന്നു കഴിഞ്ഞാൽ, അത് കുറച്ച് മുമ്പിൽ പോയപ്പോൾ ഫൈനാൻസ് ഉം, മിനിസ്റ്ററായിട്ട് മൻമോഹൻ സിംഗിനെ കൊണ്ടുവന്നു. ബിക്കോസ് ഓപ്പണിംഗ് അപ്പ് ഓഫ് ഇന്ത്യൻ എക്കോണമി ഉണ്ടായിരുന്നു. ഇന്ത്യൻ എക്കോണമിയോട് ഓപ്പൺ അപ്പ് ചെയ്ത ആളായിരുന്നു നരസിംഹറാവു. അങ്ങേർക്ക് ശരിയാണ്, അതിന്റെ ഉം, ക്രെഡിറ്റ് ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ഈ ഓപ്പൺ അപ്പ് ഉം, ചെയ്യുമ്പോൾ നമ്മൾ റെഗുലർ ആയിട്ടുള്ള IAS-ഉം IFS-കാരെയും IPS-കാരെയും എടുത്തിട്ട് കാര്യമില്ല. സ്പെഷ്യലി IAS-കാരെ, ഉം, അവർക്ക് ഉം, ഇതിനെപ്പറ്റി ഒരു നോളജ് ഇല്ല. അവരെന്തോ ഉം. എല്ലാം ചെയ്യും. ഈ ഇംഗ്ലീഷിൽ സേയിങ് ഉണ്ട്, ജാക്ക് ഓഫ് ഓൾ മാസ്റ്റർ ഓഫ് നൺ എന്ന് പറയും. എല്ലാം ഞാൻ അറിയാം, പക്ഷെ അതിന് എക്സ്പേർട്ട് ആണെന്ന് ചോദിച്ചാൽ ഒന്നിനും എക്സ്പേർട്ട് അല്ല. അതാണ്. അപ്പൊ അങ്ങനെ ഒരു ഇത് വെച്ച് നോക്കുമ്പോഴാണ് നരസിംഹറാവു ടൈമിൽ ഈ മൻമോഹൻ സിംഗിനെ ഗവൺമെന്റിലേക്ക് കൊണ്ടുവന്നത്. ഉം, മൻമോഹൻ സിംഗിനെ ആദ്യം RBIയിലേക്ക് കൊണ്ടുവന്നു. RBIയിൽ മൻമോഹൻ സിംഗ് നന്നായിട്ട് പെർഫോം ചെയ്തു, സംശയമില്ല അതിന്. ഉം, അത് കഴിഞ്ഞിട്ടാണ് ഉം, ഫൈനാൻസ് മിനിസ്റ്ററായിട്ട് മൻമോഹൻ സിംഗിനെ അവിടെ കൊണ്ടുവന്നത്, ഏത് നരസിംഹറാവു ഗവൺമെന്റ് കയറ്റിയത്. അപ്പോഴായിരുന്നു ഉം, നരസിംഹറാവു ഗവൺമെന്റ് ശരിക്കും ഒരു ഓപ്പണിംഗ് ഓഫ് ദ എക്കോണമി നടന്നത്. അത് നടന്നു കഴിഞ്ഞപ്പോഴായിരുന്നു അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഈ പറഞ്ഞ മാതിരി ഒരു എക്സ്പെർട്ടീസ് മൻമോഹൻ സിംഗ് കൊണ്ടുവന്നത്. ഉം, രണ്ടാമത്തെ ആള് മോണ്ടേക് സിംഗ് അലുവാലിയ, അത് മൻമോഹൻ സിംഗ് ആണ് കൊണ്ടുവന്നത്. മൻമോഹൻ സിംഗിന്റെ ക്ലോസ് ആയിട്ടുള്ള കോൺഫിഡന്റ് ഉം, ആയിരുന്നു. അദ്ദേഹത്തെ കൊണ്ടുവന്ന് പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാനാക്കി കയറ്റി, വൈസ് ചെയർമാനാക്കി കയറ്റിയിരുത്തി. ഉം, അതേമാതിരി അത് കഴിഞ്ഞിട്ട് കുറെ ഫീൽഡിൽ സാം പിട്രോഡ ഉം. മൂന്നാമത്തെ ഒരാൾ. അതെ. രാജീവ് ഗാന്ധിയുടെ സമയത്ത് IT റെവല്യൂഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് ഒരു എക്സ്പെർട്ടിനെ കൊണ്ടുവന്ന ആളാണ് സാം പിട്രോഡ. ഉം. അപ്പൊ ഇപ്പൊ ഇതെല്ലാം രാഹുൽ ലാറ്ററൽ ഗാന്ധി എൻട്രി ആയിരുന്നു. എല്ലാ ലാറ്ററി, അപ്പൊ രാഹുൽ ഗാന്ധിക്ക് റിസർവേഷൻ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഒരു ഉം, SC ST-കാരന് സാം പിട്രോഡയുടെ ജോലി ചെയ്യായിരുന്നില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും, അയ്യോ അത് ഒരു എക്സ്പേർട്ട് ജോലിയാണ്, അതങ്ങനെ എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. ഉം, ശരിയാണ്, അത് സംശയമില്ല, എല്ലാ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ജോലിയാണ് അത്. പക്ഷെ ചെയ്തു വരുമ്പോൾ ഈ പറഞ്ഞ മാതിരി മൻമോഹൻ സിംഗും മോണ്ടേക് സിംഗ് അലുവാലിയും ചെയ്യണ മാതിരി എന്താണ് അവരൊരു ഉം, എക്സ്പേർട്ട് ജോലി? അവര് ചെയ്ത് ഉം, ഒരു ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ് എടുക്കുമ്പോൾ
നമുക്കൊരു ബാലൻസ് ഷീറ്റ് വായിക്കൽ മാത്രമല്ല, അതിനെയും കടന്നു വന്ന് IMF ആയിട്ട് നെഗോഷിയേറ്റ് ചെയ്യുക, വേൾഡ് ബാങ്ക് ആ ടൈമിൽ അതൊക്കെ ഉണ്ടായിരുന്നു, നമ്മുടെ അടുത്ത് കാശ് ഉണ്ടായിരുന്നില്ല ഗവൺമെന്റ്. അതേമാതിരി സാൻ പിട്രോടെ വന്നപ്പോൾ ആദ്യം ലാൻഡ് ലൈൻ കൊണ്ടു, അങ്ങനെ അദ്ദേഹം US വന്നതാണ്, ഒരു ടെക്നിക്കൽ സാറാണെന്ന പേര്. ഈ പറഞ്ഞ മാതിരി IT-യുടെ റെവല്യൂഷൻ കൊണ്ടുവന്നതും ഒരു 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 ടു സർട്ടൺ എക്സ്റ്റെന്റ് ഈ പറഞ്ഞ മാതിരി സാൻ പിട്രോഡേക്ക് ക്രെഡിറ്റ് കൊടുക്കണം. എല്ലാവരും പറയും രാജീവ് ഗാന്ധിയാണ് കമ്പ്യൂട്ടർ ഇന്ത്യയിൽ കൊണ്ടുവന്നത്. അത് രാജീവ് ഗാന്ധി ആയിരുന്നില്ല, രാജീവ് ഗാന്ധിക്ക് അറിയില്ല, പക്ഷെ ഹെൽപ്പ് ചെയ്തു സാൻ പിട്രോ. അങ്ങനെ കുറെ ആൾക്കാരുണ്ട് ഈ പറഞ്ഞ മാതിരി ലാറ്ററൽ എൻട്രിയിൽ കയറി വന്ന്. ഇവരുടെ പേരാണ് നമുക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നത്. പക്ഷെ ബാക്കി ആരുടെ പേരും നമുക്ക് ഓർമ്മ വരില്ല. ഇപ്പോൾ റെഗുലർ ആയിട്ടുള്ള IAS അവരവരെ ജോലി ചെയ്യും, അവർക്കറിയാം പെൻഷൻ കിട്ടും, അത് കഴിഞ്ഞാൽ അവർ കടന്നു പോകും. അവര് ഈ പറഞ്ഞ മാതിരി ഒരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ പിന്നെ റിട്ടയർമെന്റ്. നമ്മുടെ കേരളത്തില് സകല IAS റിട്ടയർ ആയി കഴിഞ്ഞാൽ അവരെല്ലാം പിണറായി വിജയന്റെ ചുറ്റും കാണും കേട്ടോ സാറേ. പിണറായി വിജയന്റെ ചുറ്റും ചീഫ് സെക്രട്ടറിമാരായിട്ടും പൊളിറ്റിക്കൽ സെക്രട്ടറിമാരായിട്ടും എല്ലാവരും ഇതുവരെ വിരമിക്കാനായിട്ട് ഒരു പിന്നെ KCB തലപ്പത്ത് പിടിച്ചിട്ടും ലക്ഷങ്ങൾ ശമ്പളം കൊടുത്ത് അവിടെ പിടിച്ചിരുത്തും. പോരാത്തതിന് ഈ പിൻവാതിൽ നിയമനങ്ങൾ നടത്തും. ഇതുപോലുള്ള ഒരു ലാറ്ററൽ, സാറ് പറഞ്ഞ പോലെ ലാറ്ററൽ കോവിഡ് സമയത്ത് കോവിഡിന്റെ ഒരു കമ്മിറ്റി വെച്ചായിരുന്നു, കോവിഡിനെ പറ്റി പഠിക്കാനും കാര്യങ്ങളും പിന്നെ ഇതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പഠിക്കാൻ. അതിന്റെ തലപ്പത്ത് ഇരുന്നത് ആരാണെന്ന് സാറിന് അറിയാം? അടൂർ ഗോപാലകൃഷ്ണൻ, സിനിമാ സംവിധായകൻ. ഡോക്ടർമാരിരിക്കേണ്ട ഒരു അതിന്റെ തലപ്പത്തിരുന്നത് അടൂർ ഗോപാലകൃഷ്ണൻ. എന്നിട്ട് ഇവര് അവിടെ അങ്ങോട്ട് വിളിക്കുകയാണ് നരേന്ദ്രമോദിയെ നോക്കിയിട്ട്, അയ്യോ ലാറ്ററൽ എൻട്രി പറ്റില്ല, ലാറ്ററൽ എൻട്രി പറ്റില്ല. എന്തൊരു വിരോധാഭാസമാണെന്നോ. ഇതിന്റെ കാരണം ധനുഷ്, ഇവര് പറയുന്ന റിസർവേഷൻ ഉണ്ടാവില്ല ലാറ്ററൽ എൻട്രി. ഫസ്റ്റ് ഓഫ് ഓൾ ലാറ്ററൽ എൻട്രി എന്ന് പറഞ്ഞാൽ ഒരു എക്സ്ട്രാ പോസ്റ്റ് ആണ്. റെഗുലർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പോസ്റ്റ്, ഫോർ എക്സാമ്പിൾ ഒരു 100-200 സെക്രട്ടറിമാരുണ്ടാവും ഡൽഹിയിൽ, ജോയിന്റ് സെക്രട്ടറി, അഡീഷണൽ സെക്രട്ടറി, പ്രിൻസിപ്പൽ സെക്രട്ടറി ലെവൽ. ഇവരുടെ പോസ്റ്റിലല്ല അവരെ കൊണ്ടുവരുന്നത്, ഇവരെ എക്സ്ട്രാ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരികയാണ്. അപ്പൊ അവർക്ക് ശമ്പളം അതേമാതിരി കൊടുക്കണം. അവർക്ക് ഈ IAS ഓഫീസർമാർക്ക് കൊടുക്കുന്ന മാതിരി ഈ തുച്ഛകാശ് കൊടുത്തിട്ട് കാര്യമില്ല. അവർക്ക് കാറ് വേണ്ട, അവരുടെ വലിയ വലിയ കാറുകൾ ഓൾറെഡി ഉണ്ടാവും. അവർക്ക് പറഞ്ഞ ഡൽഹിയിൽ വീട് ചിലപ്പോൾ വേണ്ടായിരിക്കും, അവർക്ക് ബോംബെന്ന് ഓപ്പറേറ്റ് ചെയ്യാന്ന് പറയുന്നവര്. അങ്ങനത്തെ ആൾക്കാരാണ് കൊണ്ടുവരുന്നത്. എക്സ്ട്രാ കാഡർ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം, അല്ലാണ്ട് അവരൊരു പെർമനന്റ് ആയിട്ട് ഒരു സെക്രട്ടറി ലെവൽ പോസ്റ്റിംഗ് അല്ല ഇത്. റിട്ടയർ ആവണവരെ അവര് 1-2 കൊല്ലത്തേക്ക് കൊണ്ടുവന്ന് അവരുടെ എക്സ്പെർട്ടീസ് ഉപയോഗിച്ച് ഓരോരോ ഫീൽഡിലുള്ള പ്രോബ്ലം സോർട്ട് ഔട്ട് ചെയ്തിട്ട് പിന്നെ അവർ തിരിച്ചു പോകും. ഇതൊരു കോൺട്രാക്ച്വൽ ജോബാണ്, അവിടെ റിസർവേഷൻ ഇല്ല. ഇവർ പറയുന്ന റിസർവേഷൻ SC ST OBC റിസർവേഷൻ ഇല്ല. ഇതൊരു എക്സ്ട്രാ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ, വേറൊരു എക്സാമ്പിൾ തരാം. നമ്മുടെ എക്കണോമിക്കലി വീക്കർ സെക്ഷൻസിന് 10% റിസർവേഷൻ കൊണ്ടുവന്നു, ഓർമ്മയുണ്ട്? കൊണ്ടുവന്നപ്പോ എന്താ ചെയ്ത്, ഉള്ള റിസർവേഷൻ കട്ട് ചെയ്തില്ല. അവര് 100 സീറ്റ് ഉണ്ടെങ്കിൽ 110 സീറ്റാക്കി, 100 ജോലി ആ പോസ്റ്റ് കടർ ഉണ്ടെങ്കിൽ 110 ആക്കി. അപ്പൊ എന്ത് പറ്റി, ഈ 10% അതിന്ന് അവര് സെപ്പറേറ്റ് ആയിട്ട് എടുത്തു കൊടുത്തു. ആരും റിസർവേഷൻ ഇമ്പാക്ട് ചെയ്തില്ല. ഇതിലും അതാണ്. പക്ഷെ എവിടെ തെറ്റെന്താ പറ്റിപ്പോ എന്നാൽ, ഒന്ന് മോദി ഗവൺമെന്റ് എപ്പോഴും ഞാൻ പറയുന്നത് ഏറ്റവും വലിയ തെറ്റ്, അവരുടെ പാർട്ടിക്കാർക്ക് ഈ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. മീഡിയക്കായാലും ആർക്കായാലും ആദ്യം കയറി ചാടി ചിരാഗ് പാസ്വാൻ, അവൻ എന്തുള്ള ആകെ 2 MP പാർട്ടിയാണ്, അവൻ കിടന്ന് ചാടുന്ന ഞാൻ പറഞ്ഞിട്ടാ തോന്നുന്നു ഏതോ വലിയ കാര്യം. പക്ഷെ മോദി ഗവൺമെന്റ് പേടി എന്തായിരുന്നു പറഞ്ഞാൽ, അവർക്ക് ഇലക്ഷൻ വരാൻ പോകുന്നുണ്ട് രാജസ്ഥാനിലും, ഹരിയാനയിലും ജമ്മു കാശ്മീരിലും, അത് കഴിഞ്ഞാൽ മധ്യപ്രദേശിലും ജാർഖണ്ഡിലും. ഈ ഇലക്ഷൻ വരുമ്പോൾ ഇവർ മഹാരാഷ്ട്രയിൽ ഒരു വലിയൊരു ഇലക്ഷൻ വരാൻ പോവാണ്. മഹാരാഷ്ട്രയും ജാർഖണ്ഡും ഒരു പറഞ്ഞ ഒരു റിസർവേഷന്റെ ഒരു കേന്ദ്രമാണ്. അത് അത്ര വലിയ ഇഷ്യൂ ഹരിയാനയിലില്ല, ജമ്മു കാശ്മീരിൽ ഒട്ടുമില്ല. പക്ഷെ മഹാരാഷ്ട്രയിൽ കളിക്കാൻ കയറി കഴിഞ്ഞാൽ ഇവരെ ഈ പറഞ്ഞ മാതിരി അവിടെ ഓൾറെഡി റിസർവേഷനും മറാഠ റിസർവേഷനും ഒരു ഇഷ്യൂ നടക്കുന്നത്. രാഹുൽ ഗാന്ധി പിന്നെ എടുത്തിടും, കാസ്റ്റ് സെൻസസ് വേണം, നമുക്ക് അത് വേണം, ഇത് വേണം എന്നൊക്കെ. ഇന്നൊരു കാര്യമുണ്ട്, ജാർഖണ്ഡ് കാസ്റ്റ് സെൻസസ് ചെയ്യണില്ല കേട്ടോ, അവരുടെ പാർട്ടി അവിടെ ഭരിക്കുന്നുണ്ട്, ഒരു JMMന്റെ, അത് അവിടെ ഒന്നും ഉണ്ടില്ല ആള്. പക്ഷെ ഈ പറഞ്ഞ ലാറ്ററൽ പോസ്റ്റിംഗ്, ലാറ്ററൽ എൻട്രി കൊണ്ടുവരുമ്പോൾ ഞാൻ വേറൊരു എക്സാമ്പിൾ തരാം. കൃഷ്ണമൂർത്തി സുബ്രഹ്മണ്യം തന്നെ നിർമ്മല സീതാരാമന്റെ അഡ്വൈസർ ആയിട്ട് വന്നത്, ചീഫ് എക്കണോമിക് അഡ്വൈസർ. എപ്പോഴും ഈ ചീഫ് എക്കണോമിക് അഡ്വൈസേഴ്സ് IASകാരാവില്ല, അവർ ലാറ്ററൽ എൻട്രി ആണ് അവർക്ക്. അപ്പൊ അവിടെ നിന്നും ഇവരാരും ചോദിച്ചിട്ട്, ഇതിനു മുമ്പും മൻമോഹൻ സിംഗിന്റെ സമയം, നരസിംഹറാവുന്റെ സമയം, രാജീവ് ഗാന്ധിയുടെ അല്ല സാർ, എങ്കിലും ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ മൻമോഹൻ സിംഗ്, നരസിംഹറാവു അതൊക്കെ ഓക്കെ, ഞാൻ സമ്മതിച്ചു. ഈ കോൺഗ്രസിന്റെ കാലത്ത് ഏറ്റവും കൂടുതൽ ലാറ്ററൽ എൻട്രി ഉണ്ടായിട്ടുണ്ട്, ഇരട്ടത്താപ്പിന്റെ ഉസ്താദുമാരാണ്, അതിലൊന്നും യാതൊരു തർക്കമൊന്നുമില്ല. കഴിഞ്ഞ ദിവസം മമതാ ബാനർജി അവിടെ നടന്ന കൊൽക്കത്തയിലെ കൊലപാതകത്തിനെ കുറിച്ച് രാഹുൽ ഗാന്ധി എടുത്ത് ചോദിച്ചപ്പോൾ മാധ്യമപ്രവർത്തകർ വിരക്തി ഓടിക്കുന്നത് കണ്ടു നമ്മുടെ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ എന്നെ ഡിസ്ട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്, ഒന്നുമില്ലെങ്കിലും ഞാനൊരു പ്രതിപക്ഷ നേതാവല്ലേ, അതിന്റെ ഒരു ബഹുമാനം കാണിക്കട്ടെ എന്നുള്ള രീതിയിൽ ഓടിക്കാനായിട്ട് ശ്രമിച്ചു. അപ്പൊ ഈ ഇരട്ടത്താപ്പിന്റെ ഉസ്താദന്മാരാണ്, ഓക്കെ. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ സാർ, എങ്കിലും എന്റെ ഒരു സാധാരണ ഒരു സംശയത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നൊരു കാര്യമാണ്. അതായത് ഈ ലാറ്ററൽ എൻട്രി ഒരു ഇതിലേക്ക് നടത്തുമ്പോൾ അപ്പൊ നമ്മൾ റിസർവേഷൻ വേണ്ട, അപ്പോൾ അതിനെക്കുറിച്ച് ധാരണയുള്ള ഒരാളെ അതിലേക്ക് എടുത്തു വെക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു ന്യായമായിട്ടുള്ള ഒരു വിഷയമല്ലേ?
അപ്പോൾ അതിനെക്കുറിച്ച് ധാരണയുള്ള ആൾക്കാരെ അല്ലേ BJP സർക്കാർ ഈ ലാറ്ററൽ എൻട്രി വഴി കൊണ്ടുവരുന്നത്? അതായത് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല നമ്മുടെ രാജ്യത്തിന് ദോഷകരമായിട്ടുള്ള ഒരു വ്യക്തിയെ ഇവരുടെ സ്വാർത്ഥ താല്പര്യത്തിൽ, ഇവിടെ ഇപ്പൊ KSEB-യിലൊക്കെ നോക്കുകയാണെങ്കിൽ ലൈൻമാൻ മൂത്ത് ഓവർസിയർ ആവുന്നുണ്ട്. അങ്ങനെ ഓവർസിയറായി ലക്ഷക്കണക്കിന് രൂപ വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ ഒരിക്കലും ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരു ബോഡിയുടെ തലപ്പത്തേക്ക് കൊണ്ടുവരുമ്പോൾ അതിന്റെ തലപ്പത്ത് ഈ ലാറ്ററൽ എൻട്രിയിൽ കൊണ്ടുവരുന്ന ഒരു വ്യക്തി കൃത്യമായിട്ടും അതിനെക്കുറിച്ച് ധാരണയുള്ള ഒരാളായിരിക്കണ്ടേ? അങ്ങനെ ഇല്ലാത്ത ആരെങ്കിലും ഈ സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ടോ? BJP NDA സർക്കാർ? ഇല്ല, അതാണ് പറഞ്ഞത്. ഞാനൊരു എക്സാമ്പിൾ, ഇത് ഈ പോസ്റ്റിന് വേണ്ടിയിട്ട് തന്നെ ഒരു ഓപ്പൺ അഡ്വർടൈസ്മെന്റ് വന്നിരുന്നു, എല്ലാ പത്രങ്ങളും വന്നിരുന്നു, മേജർ പത്രങ്ങളിലെല്ലാം. അവര് ക്ലിയർ ആയിട്ട് അതിൽ പോസ്റ്റ് കൊടുത്തിരുന്നു, ഡീറ്റെയിൽസ് കൊടുത്തിരുന്നു, ക്വാളിഫിക്കേഷൻ കൊടുത്തിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ഇന്റർവ്യൂ ഉണ്ടാവും, ഇന്റർവ്യൂ പാനൽ ഉണ്ടാവും. ഒരു പോസ്റ്റിന് 10 പേര് അപ്ലൈ ചെയ്യായിരിക്കും. അത് ഇന്റർവ്യൂ UPSC മാതിരിയുള്ള ഒരു ബോഡിയുടെ അടുത്ത് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിട്ട് അവരെ ഇന്റർവ്യൂ ചെയ്ത് സെലക്ട് ചെയ്യും അതിന് വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മൾ കുറെ കമ്മിറ്റികൾ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ബാങ്കിങ് മേഖലയിൽ നിന്ന് കുറെ പേരെ കൊണ്ടുവരും. ചിലപ്പോൾ ഈ റിസർവ് ബാങ്കിൽ തന്നെ കൊണ്ടുവരും, ഒരു അഡ്വൈസർ ആക്കണം റിസർവ് ബാങ്കിന്റെ. അതേമാതിരി സെബി നമ്മൾ കണ്ടിട്ടുണ്ട്. സെബി എപ്പോഴും ഒരു ഗവൺമെന്റ് എംപ്ലോയി അല്ല അവിടെ വരും, IAS IPS എല്ലാം വരുവാണ്. അതിനൊരു എക്സ്പേർട്ട് ആയിട്ടുള്ള ആളാണ് സെബിയിൽ വന്നിരിക്കുക. ശരിയാണ്, അവർ ചിലപ്പോൾ അതിനും ഒരു ബാങ്കിന്റെ ചെയർമാൻ ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഹെഡ് ആയിരിക്കും. അവർക്ക് ആ എക്സ്പെർട്ടീസ് വേണ്ടതാണ്. അതേമാതിരി നമ്മൾ കണ്ടിട്ടുണ്ട് കുറെ ഈ ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റിലും, ഞാൻ തെലങ്കാനയിൽ കണ്ടിട്ടുണ്ട്. തെലങ്കാനയിൽ അവർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് സ്പെഷ്യലി കാശ് കുറെ ചെലവാകുന്ന ഡിപ്പാർട്ട്മെന്റ്, ലക്ഷങ്ങളുടെ ചെലവാകും. അവിടെ ഏതോ ഒരു കൊരങ്ങനെ കൊണ്ട് നിർത്തിയിട്ട് കാര്യമില്ല. അവിടെ ശരിക്കുള്ള എക്സ്പേർട്ടിനെ കൊണ്ട് നിർത്തണം അവിടെ. അവർക്ക് അറിയാം ഒരു പൈപ്പിന്റെ വില എത്രയാണ്, ഒരു കിലോമീറ്റർ പൈപ്പ് ലൈൻ ഇടുന്നെങ്കിൽ 10 ഇഞ്ചിന്റെ എത്രയാവും, 15 ഇഞ്ചിന്റെ എത്രയാവും, അങ്ങനെ ഓരോ അവർക്ക് ഡയമെൻഷൻസ് അറിയാം അതിനെ പറ്റിയിട്ടുള്ള. അതേമാതിരി ഡാം പണിയുമ്പോൾ അതിനുള്ള സേഫ്റ്റി മെത്തേഡ്സ് ആവട്ടെ, അതിനുള്ള എത്ര ഗേറ്റ് വേണം, എല്ലാം ടെക്നിക്കൽ A to Z അവർക്ക് അറിയാം. ബിക്കോസ് ഇതൊരു റിക്വസ്റ്റ് ഫോർ പ്രപ്പോസൽ എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പരിപാടി ഉണ്ട്, RFP. അത് ഇടുമ്പോൾ റിക്വസ്റ്റ് ഫോർ പ്രപ്പോസൽ ഇടുമ്പോഴാണ് മനസ്സിലാവാൻ നമുക്ക് എന്തൊക്കെയാണ് ഇതിൽ വരാൻ പോണെന്നുള്ളത്. പക്ഷെ അത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവേണ്ട ആളാവണ്ടേ ധനുഷ്. ഞാൻ പറയട്ടെ, ധനുഷിന്റെ പ്ലേസിൽ ഒത്തിരി കൊണ്ടു പിടിച്ചിരുത്തിയിട്ട് നീ ഒരു ഡിബേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ പറ്റുമോ? ഒരു ബേസിക് നോളജ് വേണം. ബേസിക് നോളജ് കുറെ കാലം കഴിയുമ്പോൾ എനിക്കതില്ലെന്നാണോ പറയുന്നത്? അതല്ല ഞാൻ പറഞ്ഞത്. ധനുഷിന്റെ സ്ഥലത്ത് വേറെ ആളെ കൊണ്ടു ഇരുത്തിയാത്ത കാര്യമല്ല. ധനുഷ് 10 കൊല്ലം വർക്ക് ചെയ്യുമ്പോൾ, ഞാൻ 38 കൊല്ലം മീഡിയയിൽ വർക്ക് ചെയ്തതാണ്. ധനുഷ് 10 കൊല്ലം വർക്ക് ചെയ്യുമ്പോൾ ധനുഷിന് അതിന്റെ എക്സ്പെർട്ടീസ് കിട്ടും. അപ്പൊ ധനുഷ്, അതാണ് നമ്മളൊക്കെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഒരു പുതുതായിട്ട് പഠിച്ചു വരുന്ന കുട്ടിക്കും ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കും ഇങ്ങനെ നടന്നിരുന്നു കേട്ടോ, പണ്ട് ഒരു കാര്യം ഇങ്ങനെ ഉണ്ടായി, ഞങ്ങൾ ഇങ്ങനെയാണ് അതിന് സോർട്ട് ഔട്ട് ചെയ്തത് എന്നുള്ള അതാണ് ഈ ലാറ്ററൽ എൻട്രിയിൽ വരുന്നത്. ഇൻഡസ്ട്രി എന്നുള്ള ആൾക്കാർ നമ്മൾ പറയും. രാഹുൽ ഗാന്ധിയുടെ പ്രധാനപ്പെട്ട പ്രശ്നം, ഇവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം ഈ ലാറ്ററൽ എൻട്രി കൊണ്ടുവരുമ്പോൾ അതിൽ സംവരണമില്ല എന്നുള്ളതാണോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കഴിവുള്ള ആൾക്കാർ തഴയപ്പെടുന്നു എന്നുള്ളതാണോ ഇവരുടെ പ്രശ്നം? അല്ലെങ്കിൽ ഈ കഴിവുള്ള ആൾക്കാരല്ലേ, ഇവരുടെ മാനദണ്ഡം കഴിവല്ല, ജാതിയാണോ ഇവരുടെ പ്രശ്നം? എന്താണ് ഇവരുടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം? അതാണ്, ജാതിയാണ്. ഇവർക്ക് ജാതിയും കാസ്റ്റും മാത്രം മതി, എഫിഷ്യൻസിയുടെ ആവശ്യമില്ല. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, എങ്ങനെയാണ് സാം പിട്രോഡനെ നിങ്ങൾ കൊണ്ടുവന്നത്? അത് ചോദിക്കേണ്ടത്. എങ്ങനെയാണ് മൻമോഹൻ സിംഗിനെ കൊണ്ടുവന്നത്? എങ്ങനെയാണ് മോൺടെക് സിംഗ് ആലുവയെ കൊണ്ടുവന്നത്? മോൺടെക് സിംഗ് ആലുവയുടെ വൈഫ് ഷീ വാസ് എ മെമ്പർ ഓഫ് ദ പ്ലാനിംഗ് കമ്മീഷൻ. എങ്ങനെ അവരെ കൊണ്ടുവന്നു? ഇവരൊക്കെ ലാറ്ററൽ എൻട്രിയിലല്ല എൻട്രി ചെയ്തേക്കുന്നത്. അല്ല സാറേ, ഒരു പ്രശസ്തനായിട്ടുള്ള ഒരു നിരീശ്വരവാദി പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് നമ്മുടെ ജാതി സിസ്റ്റം എന്ന്, നമ്മുടെ റിസർവേഷൻ എന്ന് നമ്മുടെ രാജ്യത്ത് നിലയ്ക്കുമോ അന്ന് മാത്രമേ രാജ്യം രക്ഷപ്പെടൂ എന്ന് പറയുന്നുണ്ട്. ഞാൻ അതിനെ പൂർണ്ണമായിട്ടും യോജിക്കുന്നില്ല. എങ്കിലും അദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞത് വളരെ ക്ലിയർ ആണ്. അതായത് നമ്മളൊരു ഫുട്ബോൾ ടീം തുടങ്ങുകയാണെങ്കിൽ ആ ഫുട്ബോൾ ടീമിൽ നിങ്ങൾ കാസ്റ്റ് റിസർവേഷൻ ഏർപ്പെടുത്തുമെന്ന് വിചാരിക്കുക. കാസ്റ്റിന്റെ ബേസിസിലാണ് അതിനകത്തോട്ട് നിങ്ങൾ റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. ഒരു കാലത്തും ആ ഫുട്ബോൾ ടീം ഇന്ത്യക്ക് വേൾഡ് കപ്പ് കൊണ്ടുതരുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. കാരണം അത് എഫിഷ്യൻസി അല്ല, മറിച്ച് നിങ്ങൾ ജാതി റിസർവേഷനിലൂടെയാണ് അതിനകത്ത് ആൾക്കാരെ കയറ്റുന്നത് എന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കൃത്യമായിട്ടുള്ള നിരീക്ഷണമാണ്. എന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ, ഈ ഹൽവ ഉണ്ടാക്കുന്ന ആൾക്കാർക്കിടയിൽ വരെ ജാതി തിരയുന്ന ഈ രാഹുൽ ഗാന്ധി തന്റെ ജാതി എന്താണെന്ന് അനുരാഗ് സിംഗ് ഠാക്കൂർ ചോദിച്ചപ്പം കണ്ടം വഴി ഓടിയിരുന്നു. പക്ഷെ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ അത് കൊടുത്തിരുന്നത് സാറ് കണ്ടതാണല്ലോ. അതായത് രാഹുൽ ഗാന്ധിയെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ച് അനുരാഗ് ഠാക്കൂർ. എന്റെ പൊന്നോ, കാണ്ടാമൃഗം തൂങ്ങിച്ചാവും ഉമ്മാരെ തൊലിക്കെട്ടി ഇട്ട് കഴിഞ്ഞാൽ. സീരിയസ്ലി, കാണ്ടാമൃഗം തൂങ്ങിച്ചാവും. അങ്ങനെയാണ് ഇവന്മാര് വാർത്ത അടിച്ചു വെച്ചിരിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല, രാഹുൽ ഗാന്ധിയെ പ്രതിരോധത്തിലാക്കിയതാണ്. അപ്പൊ ഇപ്പൊ കാണാൻ ഒരു ലാറ്ററൽ, ഇയാൾ ഈ സകല മേഖലകളിലും ഈ ജാതി തിരയുന്നതിന്റെ കാരണം എന്തായിരിക്കും? ഇയാളുടെ മാനസികമായിട്ട് വല്ല പ്രശ്നമുണ്ട്? അല്ലെങ്കിൽ ഇയാൾ ബംഗ്ലാദേശ് പോലെ ഇന്ത്യയിൽ ആഭ്യന്തര കലാപം ഉണ്ടാക്കാനുള്ള ഒരു ടൂളായിട്ട് ഈ അമേരിക്കയോ സോറോസോ വല്ലതും നിയോഗിച്ചിരിക്കുകയാണോ? ഈ ജാതി സെൻസസിലൂടെ നീ അങ്ങ് കൊളുത്തി വിടണ മോനെ എന്ന് പറഞ്ഞു. അത് രാഹുൽ ഗാന്ധിക്ക് ഒന്നും അറിഞ്ഞുകൂടാ. രാഹുൽ ഗാന്ധിക്ക് ഏതോ ഒരുത്തൻ കടലാസിൽ എഴുതി കൊടുക്കും. ഓക്കെ, അത് ചിലപ്പോൾ സാം പിട്രോഡെ ആയിരിക്കും, ചിലപ്പോൾ ജയറാം രമേശ് ആയിരിക്കും, ചിലപ്പോൾ വേറെ ഏതെങ്കിലും അഡ്വൈസേഴ്സ് ആയിരിക്കും, ചിലപ്പോൾ KC വേണുഗോപാൽ ആയിരിക്കും, ചിലപ്പോൾ അറിയാൻ പറ്റില്ല.
അങ്ങനത്തെ ആൾക്കാർ എഴുതി കൊടുക്കുന്ന കടലാസ് നോക്കിയിട്ടാണ് ഈ പയ്യൻ വായിക്കുന്നത്. നമ്മുടെ അവിടുത്തെ മാധ്യമങ്ങളുടെ അടുത്ത് ഒരു പ്രശ്നം ചോദിക്കും ധനുഷ്, കർണാടകത്തിൽ ജാതി സെൻസസ് നടത്തിയിട്ട് 10 കൊല്ലമായില്ല. ആ റിപ്പോർട്ട് എന്താ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മാതിരി പൂട്ടി ഉള്ളിൽ വെച്ചേക്കുന്നത്? അത് പുറത്ത് കംപ്ലീറ്റ് ആയിട്ട് പൂഴ്ത്തിയത്, കംപ്ലീറ്റ് ആയിട്ട് അത് പൂഴ്ത്തി അവിടെ ഉള്ളിലിട്ട് പൂട്ടി വെച്ചേക്കത് റിപ്പോർട്ട്. ആ റിപ്പോർട്ട് പുറത്തെന്താ എടുക്കാത്തത്? ഇവരെന്താ ജാർഖണ്ഡ് സെൻസസ് നടത്താത്ത? ഇവരെ ഗവൺമെന്റ് അവിടെ ഉണ്ടല്ലോ. ഹിമാചലിൽ ഇവരെ ഗവൺമെന്റ് സെൻസസ് എന്താ നടത്താത്ത അവിടെ? ഇതാണ് ഞാൻ ചോദിക്കുന്നത്. തെലങ്കാനയിലുണ്ട്, തെലങ്കാനയിൽ എന്താ സെൻസസ് നടത്താത്തത്? ജാതി സെൻസസ്. കേരളത്തിൽ എന്താ സെൻസസ് നടത്താത്തത്? അതാണ് എന്റെ ചോദ്യം. അത് പിന്നെ പറയും കമ്മ്യൂണിസ്റ്റുകാരാണ് അവിടെ, ഞാൻ വന്ന ഞങ്ങൾ ചെയ്തുതരാന്നൊക്കെ രാഹുൽ ഗാന്ധി പറയും. ഈ രാഹുൽ ഗാന്ധിക്ക് ഈ കിട്ടുന്ന വോട്ട് ഇപ്പോഴുള്ള ഈ പറഞ്ഞ 99 സീറ്റ് 120, 150, 200 ആക്കണമെങ്കിൽ ഈ ജാതി പിടിച്ചിട്ടേ പറ്റുള്ളൂ ധനുഷ്. അല്ലാണ്ട് ഓൺ ഹിസ് ഓൺ ക്വാളിഫിക്കേഷൻ ഇത് ചെയ്യാൻ പറ്റില്ല. ആൾക്ക് ഇപ്പോഴുള്ള ടാലന്റിൽ അത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ എടുത്തിട്ടിട്ട് ഈ ആൾക്കാരുടെ മനസ്സിൽ ഡൗട്ട് കൊണ്ടുവരും. നിങ്ങളുടെ ജോലി പോവും, നിങ്ങളുടെ റിസർവേഷൻ പോവും, നിങ്ങൾ IAS ഓഫീസർ ആവുമ്പോൾ നിങ്ങൾക്ക് അത് കിട്ടില്ല. IAS ഓഫീസർ ലെവലിൽ റിസർവേഷൻ വന്ന് 91, 95 ആദ്യം 91 പ്രൊപ്പോസ് ചെയ്ത് 95 തൊട്ട് തുടങ്ങി. ഇവരെത്ര കാലം ഭരിച്ചാല് ധനുഷ്? എന്താണ് ഇവരുടെ കാലത്ത് ഈ റിസർവേഷൻ 1950 തൊട്ട് തന്നെ കൊണ്ടുവരാണ്ടിരുന്നത്? സെക്രട്ടറി ലെവൽ എന്തിനാ നെഹ്റു ചെയ്യാണ്ടിരുന്നത്? എന്തിനാ ഇന്ദിരാഗാന്ധി ചെയ്യാണ്ടിരുന്നത്? എന്തിനാ രാജീവ് ഗാന്ധി ചെയ്യാണ്ടിരുന്നത്? നമുക്കത് ചോദിക്കാൻ എല്ലാ അധികാരവും ഉണ്ട്. ഇവര് ഭരിച്ചിരുന്ന കാലത്ത് ഈ ജാതി സെൻസസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു റിസർവേഷൻ സെക്രട്ടറി ലെവൽ IAS സിവിൽ സർവീസ് റിസർവേഷൻ പ്രൊമോഷനിൽ എന്താ കൊണ്ടുവരാണ്ടിരുന്നത്? അതാണ് ഇവിടുത്തെ നമ്മുടെ മാധ്യമങ്ങൾക്ക് തന്നെ പറയണം. അത് അവർക്ക് മോദിയെ തെറി വരയ്ക്കുക എന്നാണ് അവരുടെ ഏറ്റവും വലിയൊരു എയിം ലൈഫിൽ. അത് മാത്രമേ ഉള്ളൂ. അതെ 100%. ഈ എന്തായാലും ഈ ജാതി പറഞ്ഞുള്ള ലാറ്ററൽ എൻട്രി രാഹുൽ ഗാന്ധി അവസാനിപ്പിച്ചു എന്നാണ് പല ആൾക്കാരും പറയുന്നത്. എന്നാൽ അത് അങ്ങനെയല്ല. അത് ഈ രാഹുൽ ഗാന്ധിയുടെ കുത്തിത്തിരിപ്പ് മനസ്സിലാക്കി നരേന്ദ്രമോദി അതിൽ ഇടപെട്ടതാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. രാജ്യത്തിനെ ഏത് നിമിഷവും ഒരു കലാപത്തിലേക്ക് തള്ളിവിടാൻ വെമ്പൽ കൊള്ളുന്ന മനസ്സാണ് രാഹുൽ ഗാന്ധിയുടേത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൃശ്യത്തിലെ ഡയലോഗ് പോലെ വെറും ഒരു 4ാം ക്ലാസ്സും ഗുസ്തിക്കാരന്റെ ബുദ്ധിയല്ല ജോർജ് കുട്ടി എന്ന് പറയുന്നത് പോലെ ആണ് രാഹുൽ ഗാന്ധിയുടെ കാര്യം എന്ന് പറയുന്നത്. ഇയാളുടെ പിന്നിൽ വലിയ വമ്പ സ്രാവുകളും നീല തിമിംഗലങ്ങളും ഒക്കെ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അത് കൃത്യമായിട്ട് നരേന്ദ്രമോദി മനസ്സിലാക്കിയിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് കാണുന്ന ജനങ്ങൾ വിചാരിക്കും രാഹുൽ ഗാന്ധി 4ാമത്തെ സീറ്റിൽ പോയിരിക്കുന്നു, അയ്യോ സ്വാതന്ത്ര്യദിന പരേഡിൽ 4ാമത്തെ സീറ്റിലാണ്. മനഃപൂർവ്വം പോയതാണ് ഞാൻ പറയും, ഒരു വാർത്ത ഉണ്ടാകാൻ വേണ്ടിയിട്ട്. എന്റെ മൈക്കിൾ ജാക്സൺ ഇതുപോലെ ചെയ്തത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഇയാൾക്ക് ഈ വാർത്തകളോട് ഭയങ്കര അറ്റൻഷനാണ് മൈക്കിൾ ജാക്സൺ. അയാളാണെങ്കിൽ ഒരു സ്റ്റേജിൽ വന്നപ്പോ അയാള് ഈ ക്രച്ചസിൽ വരുന്നു. ആ ക്രച്ചസിൽ വന്നപ്പോ നാട്ടുകാർ മുഴുവൻ അയ്യോ ലോകം മുഴുവൻ കിടുങ്ങിപ്പോയി. മൈക്കിൾ ജാക്സന്റെ ക്രച്ചസ്, മൂൺവാക്ക് ചെയ്യുന്ന കാല് എല്ലാം പോയല്ലോ, അയ്യോ. 2 ദിവസം ഇയാളെ തന്നെയായിരുന്നു ചർച്ച. 3ാമത്തെ ദിവസം പാപ്പരാസികൾ ഇയാളെ വീട്ടിൽ ഒളിഞ്ഞിരിക്കുമല്ലോ. ഒളിഞ്ഞു നോക്കിയപ്പോ ഇയാളെ സ്വിമ്മിംഗ് പൂളിൽ നീന്തി കുളിക്കുന്നു. അതുപോലെയാണ് രാഹുൽ ഗാന്ധിയുടെ കാര്യം എന്ന് പറയുന്നത്. രാഹുൽ ഗാന്ധി ഉറപ്പായിട്ടും സാർ എഴുതി വെച്ചോ, ഞാൻ പറയണ ഇയാളെ മനഃപൂർവ്വം ആ 3ാമത്തെ നിലയിൽ ചെന്നിരുന്നതാണ്. കാരണം നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് ഒരു ഇടതുപക്ഷ മനസ്സ് എവിടെയൊക്കെ ഉണ്ട് ഈ പീഡിത വിഭാഗങ്ങളോടെ. നമുക്ക് അങ്ങനെയാണ് നമ്മൾ പലപ്പോഴും അടിമത്തത്തിലോട്ടൊക്കെ പോകുന്നത്. അറിയാലോ നമ്മള് അങ്ങ് ദൂരം അങ്ങ് മറ്റേ രാജാവും മുഗളന്മാരൊക്കെ വരുമ്പോ വാങ്കോ എന്ന് പറഞ്ഞ് വന്നിവിടെ കസേര ഇട്ട് കൊടുത്ത് ഇരുത്തും. അവസാനം അവന്മാര് നമ്മളെ ഭരിക്കാൻ കയറും. അപ്പോഴും നമുക്കിടയിൽ ഒരു 4 സൈഡാണ് എന്ന് പറഞ്ഞാൽ 4 ആൾക്കാരാണ്. യവന്മാര് അഭിപ്രായ വ്യത്യാസമാണ് നമുക്ക് എല്ലാവർക്കും. അപ്പൊ അതുപോലെ നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾക്ക് വല്ലാത്തൊരു സോഫ്റ്റ് കോൺട്രി ഈ പീഡിത വിഭാഗങ്ങളോട്. അപ്പൊ ഞാൻ പീഡിപ്പിക്കപ്പെടുന്നവനാണെന്ന് പറഞ്ഞ് പണ്ട് മറ്റേ ജുബയ്ക്കകത്തൂടെ കൈയൊക്കെ ഇട്ട് പോക്കറ്റൊക്കെ കാണിച്ചു നോക്കി, ഒരു രക്ഷയില്ല. ഇപ്പൊ 4ാമത്തെ നിലയിൽ പോയി ഇരിക്കുകയാണ്. അതുകൊണ്ട് ഇതൊക്കെ വെറും ഡൂക്കിലി നമ്പറുകളാണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഇതൊന്നും ഇനി വില പോകാൻ പോകുന്നില്ലെന്ന് മനസ്സിലാക്കുക. പറ്റുമെങ്കിൽ ആ വെസ്റ്റ് ബംഗാളിൽ ആ പെൺകുട്ടിക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ സർക്കാർ നോക്കിക്കോളും. അപ്പൊ താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.